ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് എടുക്കുന്നവർക്ക് അറിയാം, ചേച്ചി 4ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഒരുപാട് സംശയങ്ങൾ ഇത്തവണ വന്നിട്ടില്ല. പിന്നെ ആകപ്പാടെ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചോറില്ലേ, ഇപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരായിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഉച്ചയ്ക്ക് എന്ത് കഴിക്കാം എന്നുള്ള ക്വസ്റ്റ്യൻസ് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രാവിലെ കഴിച്ച സൂചി ഗോതമ്പ് ഉപ്പുമാവോ അല്ലെങ്കിൽ റാഗി പുട്ടോ അങ്ങനെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കാം. അതും ഈ പറഞ്ഞ പോലെ ചെറിയൊരു പോർഷനിൽ കഴിച്ച ഒരു കുഴപ്പമില്ല. ചോറ് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ല. ചോറ് മലയാളിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ്, ഒഴിച്ചുവിടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ചോറ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് ചോറ് വേണം, എനിക്ക് ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ അന്നത്തെ ദിവസം ശരിയാവില്ല, എന്തോ അസുഖമുള്ള പോലെയൊക്കെ മനസ്സിൻ്റെയാണ് അതെല്ലാം, അതെനിക്കറിയാം. പുറത്ത് പോകുമ്പോഴും ഞാൻ ചോറ് അരി ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ പോയി കുക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആണ് എൻ്റെ ഡയറ്റിൽ നിന്നി ചോറ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറ് ഒരിക്കലും നിർബന്ധമുള്ളൊരു കാര്യമല്ല. ചോറ് താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അതുപോലെ വേറൊരു സംശയം നിങ്ങൾക്കുണ്ടായിരുന്നത്, ചായക്ക് പകരമായിട്ട് കോഫി കുടിക്കാൻ പറ്റുമെന്നായിരുന്നു. എനിക്ക് ഒട്ടും തന്നെ അലൗഡ് ആയിരുന്നില്ല കോഫി. ഞാൻ പറഞ്ഞ പോലെ ഇത് എൻ്റെ ഡയറ്റാണ്, എനിക്ക് പറഞ്ഞു തന്നതല്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോഫി അലൗഡ് ആയിരുന്നില്ല. അതേസമയം അവിക്ക് ഒരു കോഫി ഉണ്ടായിരുന്നു. അതും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ കഴിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, വേറെ ഏതെങ്കിലും സമയത്ത് ചെറിയൊരു പോർഷൻ മാത്രം, അതും വളരെ പഞ്ചസാര കുറച്ചിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കോഫി അലൗഡ് ആയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഗ്രീൻ ടീ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ നിന്നീടെ അടുത്ത് ഇങ്ങനെ ചോദിച്ച കാരണം പുള്ളിക്കാരി കുറച്ച് ചായ കുടിച്ചോളാൻ പറഞ്ഞു, രാവിലെ കുടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഡിപ്പെൻസ്. അതുപോലെ തന്നെ തൈറോയിഡ് ഉള്ളവർ ഫ്ലാക്സ് സീഡ് കഴിക്കരുത് കേട്ടോ. അത് ഞാൻ ഇന്നലെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിയാ സീഡ് ഞാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ആണെങ്കിലും അത് കഴിക്കണ്ട. പിന്നെ വേറൊരു സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറങ്ങാൻ പറ്റുമോ എന്നായിരുന്നു. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന്, അതായത് പകൽ സമയത്ത് കേട്ടോ. അപ്പോൾ പകൽ സമയത്ത് ഉറക്കം വളരെ കുറയ്ക്കുന്നതാണ് നല്ലത്. ഞാൻ ഉറങ്ങാറില്ല. മാക്സിമം 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ഉറങ്ങാം. അത്ര ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ, ഒരു എനർജി കിട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ. അതേസമയം കൂടുതൽ സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഭയങ്കര ടയർഡായിട്ട് ഉറങ്ങിപ്പോകും. പക്ഷെ 1-2 മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ മൂഡും പോകും, ഒരു ഉഷാറുണ്ടാവില്ല, നമുക്ക് രാത്രി ഉറക്കം കിട്ടൂല. അതുകൊണ്ട് മാക്സിമം നമുക്ക് അരമണിക്കൂറിനുള്ളിൽ ഉറക്കം കഴിയണം കേട്ടോ, ഉച്ചയ്ക്ക് ശേഷം. പകലൊന്നും ഉറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ വേറൊരു സംശയം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ നമ്മൾ ACV കുടിച്ചതിന് ശേഷം 2 മണിക്കൂർ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് വീണ്ടും സാധാരണ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഡൗട്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല കേട്ടോ. ഇപ്പൊ കുക്കുംബർ താല്പര്യമില്ല, കുക്കുംബർ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുക്കുംബറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി കഴിക്കുക, അത്രേ പറയാനുള്ളൂ. ഇപ്പൊ ക്യാപ്സിക്കം കഴിക്കാം, തക്കാളി അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ക്യാരറ്റ് കഴിക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിച്ചാലും മതി, പച്ചക്ക് കഴിക്കണമെന്നൊന്നുമില്ല. എന്തായാലും കുക്കുംബറാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കുക്കുംബർ പ്രിഫർ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര വാട്ടർ കണ്ടന്റ് ഉള്ളൊരു വെജിറ്റബിൾ ആണല്ലോ കുക്കുംബർ. അപ്പൊ അത് കഴിക്കുമ്പോൾ തന്നെ നിറയെ വെള്ളം നമുക്ക് ഉള്ളിലോട്ട് ചെല്ലുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ വിശപ്പ് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കുക്കുംബർ പ്രിഫർ ചെയ്യാൻ കാരണം കേട്ടോ. പിന്നെ ഞാൻ ഉറങ്ങുന്നത് എത്ര മണിക്കാണ്, എത്ര സമയം ഉറങ്ങാറുണ്ടെന്നും കൂടെ ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ 10:30, മാക്സിമം 10:30 കിടന്ന് ഉറങ്ങും വീക്ക് ഡേയ്സിൽ. വീക്കെൻഡിലാവുമ്പോൾ ചിലപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയി വരും. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഉറക്കം എണിക്കുന്നതും ലേറ്റ് ആവും. ഒരു 6:30-7 മണിക്ക് എനിക്കുണ്ടാവുള്ളൂ വീക്കെൻഡിലാണെങ്കിൽ. ഒരു 11:30 കിടക്കുകയാണെങ്കിൽ. പക്ഷെ നോർമലി ബാക്കിയുള്ള 5 ദിവസങ്ങളിലും 10:30-10:30 നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ 10:30 തൊട്ട് 5:30 വരെയാണ്, ഒരു 7 മണിക്കൂറാണ് ഞാൻ ഉറങ്ങാറുള്ളത് കേട്ടോ. മിനിമം നമ്മൾ 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത്. പക്ഷെ പല ആൾക്കാർക്കും ഉറങ്ങാൻ പറ്റാറില്ല, ജോലി കാരണവും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാറില്ല. അപ്പൊ ഉറങ്ങാൻ പറ്റുന്നവർ മാക്സിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാം. പിന്നെ ഡയറ്റ് ഫീഡ് ചെയ്യുന്ന മദേഴ്സിന് ഡയറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ അടുത്ത എപ്പിസോഡിൽ എന്തായാലും പറയുന്നതായിരിക്കും കേട്ടോ. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഡയറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാലിന്റെ അളവ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യാറില്ല, ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഡയറ്റ് ചെയ്യുന്ന കാര്യം. പക്ഷെ അത്രയും വണ്ണം ഉണ്ട്, നിങ്ങൾക്ക് കുറച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ഡയറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കഠിനമായ രീതിയിൽ നിങ്ങൾ ഡയറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം 2 വയസ്സൊക്കെ കുഞ്ഞിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും വണ്ണമൊക്കെ കുറയ്ക്കാന്നേ, അതല്ല അതിൻ്റെ ഒരു ശരി. എനിക്കറിയില്ല. എനിവേ ഞാൻ എന്തായാലും നിന്നിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. റിപ്ലൈ കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ഇന്നലെ ചോദിച്ച സംശയങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡയറ്റ് 1 ഡേ ഫസ്റ്റ് ഡേ ഡയറ്റ് വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. അതിലാണ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ കഴിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അത് മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ താഴെ എപ്പോഴും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓരോ ദിവസം കാണിക്കുന്ന ഭക്ഷണത്തിന്റെ ലിങ്ക്, ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോന്റെ ലിങ്കും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണക്രമവും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ്. പിന്നെ അതേപോലെ നിന്നെ ആയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ വീഡിയോന്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട്
ഒരുപാട് പേര് പറയുന്നുണ്ട് താങ്ക്സും വീണ ചേച്ചി ഡയറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങൾക്കത് എന്താ പറയുക, നമ്മൾ നല്ല മനസ്സോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇരിക്കട്ടെ, നിങ്ങളുടെ വണ്ണം കുറയട്ടെ, ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. വണ്ണം കുറയണേക്കാൾ ഉപരി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് മാക്സിമം കാണുക, മറ്റുള്ളവർക്ക് ഇന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ എപ്പോഴും പറയാറില്ല, പക്ഷേ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് വീഡിയോ ചെയ്തിട്ടും ഒരുപാട് പേര് കാണുന്നില്ല. അത് കാണുമ്പോൾ ചെറിയൊരു സങ്കടം ഇല്ലാണ്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരോട് എത്തിക്കുക, കൂടുതൽ പേര് നമ്മളുടെ ഇതിലോട്ട് വരട്ടെ. ഓക്കെ, നമ്മളൊരു കുടുംബമല്ലേ, അപ്പം നമ്മളുടെ വീണ ചേച്ചിനെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് മാക്സിമം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. ഞാൻ കഴിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ, നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തിലുള്ള കുറവുകൾക്ക് അനുസരിച്ച് ഇപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ കാൽഷ്യം ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയൺ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ B12, D ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തർക്കും അതിന് റിസൾട്ട് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ D3 കുറവാന്ന് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് കുറവാണെന്നില്ല. അപ്പം ഞാൻ D3 ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് നിങ്ങളോട് കഴിക്കാൻ പറയാൻ അർത്ഥമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് ഓരോരുത്തരും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ്. പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ല. മുടി കൊഴിച്ചിൽ എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് മാത്രം. അത് ഞാൻ നാട്ടിൽ പോയിട്ട് വെള്ളം മാറി മാറി കുളിച്ചിട്ടാണ് മുടി കൊഴിച്ചിൽ വന്നല്ലേ. ഡയറ്റിന്റെ ഭാഗമായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും കുറച്ച് എന്താ പറയുക, ബയോട്ടിനും അതുപോലെ തന്നെ കാൽഷ്യം ഒക്കെ കുറവായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അല്ലാണ്ട് ചുമ്മാ ഒന്നും കയറി ഒരിക്കലും സപ്ലിമെന്റ്സ് ചുമ്മാ വാരി വലിച്ച് കഴിക്കരുത്. അത് ഫാർമസിയിൽ പോയി ചോദിച്ച് വാങ്ങിക്കാനും പാടില്ല. എന്തായാലും ഒരു ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ നമ്മൾ ഇതൊന്നും കഴിക്കരുത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പേഴ്സണലി അറിയാവുന്ന ഒരു ഡോക്ടർ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് കുറവെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സപ്ലിമെന്റ്സ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ നാളത്തെ വീഡിയോയിൽ അതിനുള്ള മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ തന്നെ മെനുവിലോട്ട് പോകാം. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 4ാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത്. ഒരു ഇഡ്ഡലി. നിങ്ങൾ ഇഡ്ഡലി കണ്ടിട്ട് പേടിക്കരുത്, കാരണം പുരുഷന്മാർക്കാണെങ്കിൽ 2 ഇഡ്ഡലി. ജാൻചേട്ടൻ 2 ഇഡ്ഡലിയെ പറഞ്ഞിരുന്നത്, എനിക്ക് 1 ഇഡ്ഡലി. ഇത് വലിയ ഇഡ്ഡലിയാണ് കേട്ടോ. അതേസമയം നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 2 ഇഡ്ഡലി വരെ കഴിക്കാം. സാമ്പാറിൽ ഞാൻ പറഞ്ഞ പോലെ പൊട്ടറ്റോ ഇടാത്ത സാമ്പാറാണേ. പിന്നെ കുക്കുംബർ. അപ്പോൾ കുക്കുംബർ നമ്മൾ ആദ്യം കഴിക്കുക, അതിനുശേഷം ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുക. പിന്നെ ചായ വേണമെങ്കിൽ കുടിച്ചാൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ ടീ ആണെങ്കിൽ ഗ്രീൻ ടീ, അല്ലെങ്കിൽ പാല് കുറവുള്ള ഒരു ചായ കേട്ടോ. അതും മധുരം കുറവുള്ള 1 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ചായ നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചായ കുടിക്കുക. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞ പോലെ ACV കുടിക്കാൻ മറക്കരുത്. ഇങ്ങനെ ഓരോ ദിവസവും പിന്നെ എടുത്ത് ഞാൻ പറയുന്നില്ല, കാരണം ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കാണണേ. ഫസ്റ്റ് വീഡിയോയിലാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളതെല്ലാം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇന്ന് 11 മണിയുടെ നമ്മുടെ ഫ്രൂട്ട്. ഞാൻ ഇന്ന് മിക്സ്ഡ് ഫ്രൂട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏത് ഫ്രൂട്ട് ആണെങ്കിലും എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മധുരമില്ലാത്ത ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീൻ ആപ്പിൾ, അതുപോലെ തന്നെ വാട്ടർമെലൻ, പിന്നെ കുറച്ച് മാത്രം ഒരു ചെറിയ പോർഷൻ മാത്രം അവക്കാഡോ. അത് ഉണ്ടായിരുന്നതുകൊണ്ടേ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ 1 ടീസ്പൂൺ ചിയാ സീഡ് കുതിർത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പേരയ്ക്ക കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. പേരയ്ക്ക കഴിക്കാം, പക്ഷേ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ അധികം പഴുക്കാത്ത പേരയ്ക്ക, ഒരു പേരയ്ക്കയുടെ പകുതിയൊക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക കേട്ടോ. പ്രത്യേകിച്ചും ഗ്രേപ്സും പൈനാപ്പിളും അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്ന് 11 മണിയുടെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്. ചോറ് ആസ് യൂഷ്വൽ, 4 ടേബിൾ സ്പൂൺ ചോറ്, തൈര്, അതുപോലെ തന്നെ കുക്കുംബർ. പിന്നെ ഇതെന്താണെന്നറിയാമോ, ഇത് നമ്മുടെ പനീറും അതുപോലെ തന്നെ കുറച്ച് ബീൻസും കൂടി ജസ്റ്റ് വഴറ്റിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു പരിപ്പ് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ലേ ചപ്പാത്തിയുടെ കൂടെയുള്ള ആ പരിപ്പ് കറി, അതാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം ഫ്രിഡ്ജിലുണ്ടായിരുന്നു, പിന്നെ അതിന് വേണ്ടി പരിപ്പ് കറി ഉണ്ടാക്കാൻ ഞാൻ നിന്നില്ല. ഇത് നമ്മുടെ കൈപ്പയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. ഇതാണ് നമ്മുടെ ലഞ്ച് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. പിന്നെ മുട്ട കഴിക്കാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുട്ട കഴിക്കാം, പക്ഷേ എൻ്റെ അടുത്ത് മുട്ട കഴിക്കുകയാണെങ്കിൽ തന്നെ 6 ദിവസം മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കാൻ പാടുള്ളൂ, ഒരെണ്ണം വീതം. അതുപോലെ തന്നെ അങ്ങനെ മൊത്തത്തിലുള്ള മുട്ട കഴിക്കണമെങ്കിൽ 1 ദിവസം, ആഴ്ചയിൽ 1 ദിവസമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പിന്നെ മുട്ട പ്രിഫർ ചെയ്യാത്ത കാരണം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല എന്നേ ഉള്ളൂ. ജാൻചേട്ടനാണെങ്കിൽ മുട്ടയുടെ 2 എഗ് വൈറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡെയിലി കേട്ടോ. അപ്പോൾ അത് ഡിപ്പെൻസ്, മാറ്റങ്ങൾ വരുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ മുട്ട വേണമെങ്കിൽ കഴിക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിനി വൈകുന്നേരത്തെയും കൂടെ കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഞാൻ ചെറിയ ചപ്പാത്തി ഉണ്ടാക്കിയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ചപ്പാത്തി ഇനി 1 മതി. അപ്പോൾ
അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചന മസാലയാണ്. ചന മസാലയുടെ ലിങ്ക് ഞാൻ താഴെ തരാം. 2-3 തരത്തിൽ ഞാൻ ചന മസാല ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയാൽ മതി. കുക്കറിലുള്ള ചന മസാലയുണ്ട്, അത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അങ്ങനെ കുറേ റെസിപ്പീസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ തരാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ സാലഡാണ്. ചുമ്മാ ക്യാരറ്റ്, കുറച്ച് കുക്കുംബർ, തക്കാളി, അതുപോലെ തന്നെ ഒരു സവാള, ഇതൊക്കെ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാലഡാണ്. അത് ഫ്രഷ് ആയിട്ട് വേറെ ഒന്നുമില്ല, വഴറ്റിയിട്ടൊന്നുമില്ല, പച്ചയ്ക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ റൂട്ട് വെജിറ്റബിൾസിൽ ക്യാരറ്റ് കഴിക്കാം, ബീറ്റ്റൂട്ട് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ക്യാരറ്റ് നമുക്ക് കഴിക്കാം കേട്ടോ. ക്യാരറ്റ് തോരനൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണല്ലോ, അതിന് വിരോധമില്ല. നമ്മൾ റൂട്ട് വെജിറ്റബിൾസിൽ ഒഴിവാക്കാൻ പറഞ്ഞത് കപ്പ, ചേന, അതുപോലെ ചേമ്പ്, കാച്ചിൽ, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, പൊട്ടറ്റോ, ഇത്രയാണ് നമ്മൾക്ക് ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ. ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്കി എല്ലാ പ്രൊസീജിയറും പഴയ പോലെ തന്നെയാണ്. രാവിലെ ACV വാട്ടർ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് 11 മണിയുടെ ഫുഡ്, പിന്നെ ഭക്ഷണത്തിന് മുമ്പ് ചിയാ സീഡിൻ്റെ വെള്ളം, അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ഓർഡറിൽ തന്നെ പോകണം. ഞാൻ ഓരോ ദിവസം പിന്നെ എടുത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബാക്കി ദിവസം ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്